ഹായ് ഓൾ, അഗ്രികൾച്ചർ ഓഫീസർ എക്സാം എത്തി അല്ലേ? ഈ ജൂലൈ 4-നാണ് എക്സാം. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഒരു ഫൈനൽ ലാപ്പിലേക്കൊക്കെ നിങ്ങൾ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഫൈനൽ ലാബ് പ്രിപ്പറേഷൻ ഒക്കെ നടക്കുന്നുണ്ട്, റിവിഷൻ നടക്കുന്നുണ്ട് അല്ലേ? എക്സാംസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, മോഡൽ എക്സാമുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നല്ലതുപോലെ പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോയിലൂടെ ഒരു ചെറിയൊരു ഗൈഡൻസ് തരാമെന്ന് വിചാരിച്ചിട്ടാണ്. കാര്യം ഈ ഒരു എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി എത്ര നാൾ പ്രിപ്പയർ ചെയ്തു എന്നത് പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ ഒരു എക്സാമിന് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത്. ആ ഒരു സമയത്ത് ഈ ഒരു എക്സാമിന് നമ്മൾ പഠിച്ചതെല്ലാം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് നിങ്ങൾ ഒരു പ്രാധാന്യം കൊടുക്കണം. കുറച്ച് സമയം അതിനുവേണ്ടി നിങ്ങളൊന്ന് കൊടുക്കുക. ഒരു 2-3 hours നിങ്ങൾ അതിനുവേണ്ടി നിങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കുട്ടികൾ വരുത്തുന്ന കുറേ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമുക്കൊന്ന് ഓടിച്ചിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എക്സാം ഹോളിൽ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ഉള്ള നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. എക്സാം ഹോളിൽ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഹറി ചെയ്ത് നമ്മൾ ധൃതി പിടിച്ചൊക്കെ ചാടി കയറി ചെല്ലുവാണെങ്കിൽ നമ്മൾ അവിടെ ഒരു ടെൻസ്ഡ് മൂഡിലായിരിക്കും. നമുക്ക് മര്യാദയ്ക്ക് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. വേർത്ത് വിളിച്ചൊക്കെ ചെല്ലുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ടെൻഷനായിട്ട് പിടിച്ച് ചെല്ലുവാണെങ്കിൽ, ആ ലാസ്റ്റ് ടൈമിലാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു മൈൻഡ് കാമായിട്ടോ ഫോക്കസ്ഡ് ആയിട്ടോ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ അതെന്തായിരിക്കണം, നമ്മൾ വളരെ കാമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ആ ഒരു എക്സാം ഹോളിൽ ചെല്ലേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി എന്തൊക്കെ ശ്രദ്ധിക്കണം? നിങ്ങൾക്ക് ഒരു ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടല്ലേ? അപ്പോൾ ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ ആ ഒരു സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ നോക്കുക, നേരത്തെ തന്നെ നോക്കുക. സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ നോക്കി അത് എവിടെയാണ് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ലൊക്കേഷൻ ആണെങ്കിലും ഓക്കെ, അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നേരത്തെ നിങ്ങൾ നോക്കി അന്വേഷിച്ച് വെക്കുക. ആ ഒരു ഭാഗത്തേക്കിന് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണോ? നിങ്ങൾ ബസ്സിന് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ബസ്സുണ്ടോ? രാവിലെയാണ് എക്സാം, ആ ഒരു സമയത്ത് ബസ്സുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിനാണ് പോകുന്നതെങ്കിൽ അതിന് വേണ്ട അറേഞ്ച്മെന്റ്സ്, ഇപ്പോൾ പെട്രോൾ അടിക്കാനുണ്ടെങ്കിൽ അടിച്ചു വെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്നൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് എക്സാം സെൻറ്റർ നിങ്ങൾ നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾ അത് നേരത്തെ ഒന്ന് റെഡിയാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ട കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ ക്യാരി ചെയ്യണം. എസെൻഷ്യൽ തിങ്സ് ടു ക്യാരി എന്തൊക്കെയാണ് നമ്മൾ കൂടെ കൊണ്ടുപോകേണ്ടത്? നമുക്ക് ഹോൾ ടിക്കറ്റ് മസ്റ്റായിട്ട് നമുക്ക് കൊണ്ടുപോകണം. ഹോൾ ടിക്കറ്റ് നേരത്തെ തന്നെ പ്രിന്റ് എടുത്ത് വെക്കുക. അതുപോലെ ഒരു വാലിഡ് ആയിട്ടുള്ളൊരു ID കാർഡ് വേണം. വാലിഡ് ആയിട്ടുള്ള ID കാർഡ്, ഇലക്ഷൻ ID കാർഡോ അല്ലെങ്കിൽ ആധാറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അത് നിങ്ങൾ നേരത്തെ തന്നെ എന്ത് ചെയ്യുക, കരുതി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരു വാട്ടർ ബോട്ടിലൊക്കെ കൂടെ കൊണ്ടുപോകുക. ഹൈഡ്രേറ്റഡ് ആയിട്ട് നിങ്ങൾ നിൽക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ എന്താണ്, നിങ്ങളൊരു വാട്ടർ ബോട്ടിലൊക്കെ കൂടെ ക്യാരി ചെയ്യുക. അത് ട്രാൻസ്പാരൻ്റ് ആണെന്നുള്ള കാര്യം ഒന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, പിന്നീട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. വാച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല, മൊബൈൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വാച്ച് കൊണ്ടുപോകാത്തതുകൊണ്ട് നമുക്ക് സമയം അറിയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങൾ ആരോട് ചോദിക്കണം? നിങ്ങൾ ഇൻവിജിലേറ്ററിനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് വേണം നിങ്ങൾ ആ ഒരു സമയമൊക്കെ മനസ്സിലാക്കാൻ. അപ്പോൾ എന്തായാലും ഈ അത്യാവശ്യം കൊണ്ടുപോകേണ്ട എസെൻഷ്യൽ തിങ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിന്റെ ബാക്കിൽ നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ എന്താണ്, പെൻ നമുക്കൊരു ബോൾ പോയിന്റ് പെന്നെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ബോൾ പെന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ജെല്ലോ ഇങ്കോ ഉള്ള പെന്നൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ബ്ലൂ ഓർ ബ്ലാക്ക് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നിങ്ങളുടെ ഹോൾ ടിക്കറ്റിന്റെ ബാക്കിൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ക്യാരി ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചിട്ട് പോവുക. അപ്പോൾ അതനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞ എക്സാം ഹോളിൽ ഒന്ന് ഹറി ചെയ്യാതെ നമുക്ക് കാമായിട്ട് നേരത്തെ തന്നെ ആ സെന്ററിൽ ഒരു മണിക്കൂറോ അല്ല 1/2 മണിക്കൂർ മുന്നേ ആ സെന്ററിൽ പോയി നിന്ന് വളരെ കാമായിട്ട് നമുക്ക് കയറാൻ സാധിക്കും. അതുപോലെ തന്നെ ആ സമയത്ത് പഠിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക് അഥവാ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ആ സമയത്തൊന്നും പഠിക്കാനോ അത് പഠിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ അന്നേരം ടെൻഷൻ അടിക്കാനോ ഒന്നും നിൽക്കണ്ട. ആ സമയത്ത് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഏതെങ്കിലും റിവിഷനുള്ള ചെറിയ പോയിന്റ്സ് വല്ലതും കയ്യിലുണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്തിരിക്കുക. അല്ലാണ്ട് പുതിയ ടോപ്പിക്കും മറ്റു കാര്യങ്ങളും ഒന്നും പഠിക്കാൻ പോലെ നിങ്ങൾ ടെൻഷൻ അടിക്കാൻ പോലെ അന്നേരം നമുക്കൊരു തോന്നൽ തോന്നും, അയ്യോ ഞാനിത് പഠിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ലെങ്കിൽ അയ്യോ എനിക്ക് പഠിച്ചില്ലല്ലോ എന്നുള്ള ഒരു തോന്നലൊക്കെ തോന്നും. അപ്പോൾ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ പ്രിപ്പറേഷൻസിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ മെയിനായിട്ട് ആലോചിക്കുക, നിങ്ങളുടെ പ്രിപ്പറേഷൻസിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് നിങ്ങൾ എക്സാം ഹോളിൽ എൻ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആ 2 പോയിന്റ് ഡിസ്കസ് ചെയ്തല്ലോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ടൈം മാനേജ്മെന്റ് ആണ്. ടൈം മാനേജ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം 90 minutes ആണ് എക്സാമിന്. നിങ്ങൾക്ക് 100 questions ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ഒരു ക്വസ്റ്റിന് 1 minute താഴെ നിങ്ങൾക്ക് സമയമുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ആലോചിക്കണം. ഒരു ക്വസ്റ്റിന് 1 minute സമയമുള്ളൂ എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പം എപ്പോഴും കണ്ടുവരുന്നൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ കുട്ടികൾ ഈ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കിന് അത് സോൾവ് ചെയ്തിട്ടേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരിയ്ക്കും. ഓക്കെ,
നമുക്ക് 1 മിനിറ്റ് മാത്രം സമയം ഉള്ളിടത്ത് നമ്മൾ ആ കൺഫ്യൂസിങ് ക്വസ്റ്റൻ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ക്വസ്റ്റിന് വേണ്ടി ഒരു 5 മിനിറ്റ്സ് കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമുക്ക് മറ്റുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനുള്ള സമയമാണ് ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ അപഹരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് വായിച്ചു നോക്കി നിങ്ങൾക്ക് അതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അറിയത്തില്ല എന്ന് നിങ്ങൾക്ക് ഏകദേശം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴേ അത് വിട്ടേക്കണം. എടുത്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എന്നിട്ട് പോകാൻ ശ്രമിക്കുക. എന്നിട്ട് ഈ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ഏറ്റവും ലാസ്റ്റിൽ നിങ്ങൾക്ക് സമയം ലഭിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് മാത്രം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ആദ്യമേ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ്, നമുക്ക് കണ്ടു പരിചയമുള്ള ക്വസ്റ്റ്യൻസ്, നമുക്ക് ഈസി ആണെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ്, ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യമേ എല്ലാം എടുത്തിട്ട് എഴുതിയിട്ട് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസിനെ നമ്മളവിടെ മാർക്ക് ചെയ്ത് വെക്കുക. ഇത് ലാസ്റ്റ് ഒരു റൗണ്ടായിട്ട് മാത്രം എടുക്കാൻ നോക്കുക. അപ്പം നമുക്കറിയാം ഏകദേശം നമ്മൾ എന്താണ് കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പം നിങ്ങൾ നോക്കണം, ഒരു 15 ക്വസ്റ്റ്യൻ ആയപ്പോഴത്തേക്കിന് നിങ്ങൾ എത്ര സമയം എടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾക്ക് വാച്ച് നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യാം? ഇൻവിജിലേറ്ററുമായിട്ടൊക്കെ ആ സമയം ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു അരമണിക്കൂർ ആകുമ്പോൾ നിങ്ങൾ ഏത് ലെവലിലാണ് നിങ്ങളുടെ എക്സാം നിൽക്കുന്നത്, എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അപ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്യുക. പിന്നെ നമ്മൾ ബബിൾ ചെയ്യുന്നതിലെ കുറച്ച് സ്ട്രാറ്റജീസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഓരോ ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്താണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഷീറ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കി ആ ആൻസർ ഷീറ്റിൽ തന്നെ നമ്മളതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ബബിൾ ചെയ്യാൻ പോകുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ചെടുത്ത് ബബിൾ ചെയ്യാം. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ബബിൾ ചെയ്യാൻ OMR ഷീറ്റ് എടുക്കുന്ന സമയമൊക്കെ ലാഭിക്കാം. ഓക്കെ, അതൊക്കെ ഡിപ്പെൻസ് ഓൺ ഇൻഡിവിജ്വൽ, ഓരോരുത്തരും അതനുസരിച്ച് ചെയ്യുക. പക്ഷേ ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിഫിക്കൽട്ട് ക്വസ്റ്റനോ കൺഫ്യൂസിങ് ക്വസ്റ്റിന്റെ പുറത്തിരുന്ന് നമ്മൾ കൂടുതൽ സമയം കളയരുത് എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ടൈം മാനേജ്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്തായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിങ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അത് എത്ര കെയർഫുൾ ആയിട്ട് വായിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിൽ ഓരോ വേർഡുകളും നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ വായിക്കണം. അല്ലാതെ നമ്മൾ ഒരു ധൃതി പിടിച്ച് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പെട്ടെന്നൊരു ആൻസറിലേക്ക് എത്തിയാൽ നമുക്കത് നെഗറ്റീവ് വരാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് നെഗറ്റീവ് മാർക്കുകൾ അവോയ്ഡ് ചെയ്യണം. നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. മാക്സിമം നെഗറ്റീവ് മാർക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ എന്താണ്? ക്വസ്റ്റ്യൻസ് വളരെ കീനായിട്ട് നോക്കി വായിച്ച് നമുക്ക് ഇടണം. ഏർലി ഗസ്സിംഗ് ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. അതായത് നേരത്തെ ഗസ് ചെയ്ത് ഓക്കെ ഇതായിരിക്കും ആൻസർ, അല്ലെങ്കിൽ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്, എനിക്കറിയാം ഇതാ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞ് അതിലേക്ക് എത്താതെ ആ ക്വസ്റ്റ്യൻ അതിൻ്റെതായ സമയം കൊടുത്ത് ഓപ്ഷൻസും എല്ലാം നോക്കി 4 ഓപ്ഷൻസും എന്തായാലും വായിക്കണം. 4 ഓപ്ഷൻസും വായിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ 4 ഓപ്ഷൻസും വായിക്കുക, ആവശ്യം പോലെ സമയം, ആവശ്യത്തിന് സമയം നിങ്ങൾ ഒരു ക്വസ്റ്റിന് കൊടുക്കുകയും ചെയ്യുക. അതനുസരിച്ച് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെഗറ്റീവ് മാർക്ക് അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അടുത്ത ഹാൻഡ്ലിംഗ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. എന്ത് ചെയ്യണം? നിങ്ങളത് അവിടെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ അവിടെ വെച്ചിട്ട് ലാസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് വീണ്ടും വന്ന് അത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തതാണ് OMR ആൻസർ ഷീറ്റ് സ്ട്രാറ്റജി. അപ്പോൾ സ്ട്രാറ്റജി ഒന്നുമല്ല, മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് OMR ഷീറ്റ് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ നമുക്കറിയാം ബബിൾ ചെയ്യുകയാണല്ലേ. അപ്പോൾ ബബിൾ ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ മാക്സിമം നീറ്റായിട്ട് തന്നെ ബബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ബബിൾ ചെയ്യുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആയി പോയാൽ, അല്ലെങ്കിൽ ആ ഒരു സർക്കിളിന് പുറത്ത് പോയി കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ബബിൾ ചെയ്യുന്നത് എന്തായിരിക്കണം? വളരെ നീറ്റായിട്ട് തന്നെ ബബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആ 20ാമത്തെ ബബിളാണ്, അല്ലെ ആ റോയിൽ 20ാമത്തെ ബബിളിന് ഇക്വലന്റ് ആയിട്ടാണ്, അല്ലെ എൻ്റെ സൈഡിലായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ബബിൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. കാര്യം അത് ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുന്നതാണ്. ഒട്ടേറെ കുട്ടികൾക്ക് ഈ രീതിയിൽ മാർക്കുകൾ മിസ്സാവുന്നതാണ്. കാര്യം ബബിൾ ചെയ്യുന്നത് മാറിപ്പോകും. ശ്രദ്ധിക്കുക, എവിടെയെങ്കിലും ഒരിടത്ത് ബബിൾ ചെയ്യുന്നത് മാറിപ്പോയാൽ ചിലപ്പോൾ ഫുൾ ആൻസർ താഴോട്ടും അങ്ങനെ മാറാനുള്ള സാധ്യതയും അവിടെ ഉണ്ട്. ഓക്കെ, അപ്പം ബബിൾ ചെയ്യുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പറിന് കറക്റ്റായിട്ടാണോ ബബിൾ ചെയ്യുന്നത് നോക്കുക. അതുപോലെ ABCD എന്ന് പറയുന്ന 4 ഓപ്ഷനും കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രം ബബിൾ ചെയ്യുക. വളരെ കീനായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് OMRൽ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ, അല്ലെ ബബിൾ ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ കേട്ടോ. അത് ധൃതിയൊന്നും പിടിക്കാണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. ഓക്കെ, അടുത്തതായിട്ട് സ്റ്റേ കാം ഡ്യൂറിങ് എക്സാം. നമ്മൾ എക്സാമിന് കാമായിട്ടിരിക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലേ. അപ്പം കൂടുതലും നമുക്ക് എക്സാം എഴുതി തുടങ്ങി കഴിയുമ്പോൾ ഈ ഒരു ടെൻഷൻ വരാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ചിലപ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ കുറച്ച് കൂടുതലായിരിക്കും. കുറേ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ എക്സാമിന് വന്നിരിക്കുന്നത്. നമ്മൾ ആലോചിക്കും, നമ്മൾ കുറേ നാൾ പ്രിപ്പയർ ചെയ്തു, എക്സാമിന് വന്നപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാമാണ്, എനിക്കിതിന് കയറാൻ പറ്റത്തില്ലയോ, അല്ലെങ്കിൽ ഇതിന് കട്ട് ഓഫ് കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടെ പോകും. ആ സമയത്ത് നമുക്ക് എന്തായിരിക്കും? നമ്മൾ പാനിക്കാവും. നമുക്ക് എക്സാം മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ 100ൽ എനിക്ക് 90 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെന്നുള്ള വാശി നമ്മൾ കുറേ അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒന്നും അറിയത്തില്ല, ചിലപ്പോൾ കറക്കി കുത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നെഗറ്റീവ് മാർക്ക് അടിച്ച് നമ്മൾ പഠിച്ചതും അല്ലെങ്കിൽ നമ്മൾ ആ പ്രിപ്പയർ ചെയ്തതും എല്ലാം വെറുതെ ആകും എന്നുള്ളതല്ലാണ്ട് മറ്റു പ്രയോജനമൊന്നും കാണത്തില്ല. അപ്പോൾ ഒരിക്കലും എക്സാം ഹോളിൽ നമ്മൾ പാനിക് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെ ആയിക്കോട്ടെ, അതെല്ലാവരെയും ബാധിക്കുന്ന കാര്യമായിരിക്കും. അത് നമുക്ക് ഉള്ള പ്രശ്നം, നമുക്ക് മാത്രമുള്ള പ്രശ്നമല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആ റൂളിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. നിങ്ങൾ
എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ എടുക്കുക. അല്ലാണ്ട് ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ അത് എന്ത് ചെയ്യുക, കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് എടുത്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ അത് ഒരു എലിമിനേഷൻ മെത്തേഡിൽ കൂടെ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ആൻസറിലേക്ക് എത്താൻ നോക്കുക. എലിമിനേഷൻ മെത്തേഡൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ അതെല്ലാം കൂടെ വെച്ച് ഒത്തിരി ലെങ്തി ആക്കുന്നില്ല വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡിഫിക്കൽട്ടി ലെവല് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങൾ പാനിക് ആവാനോ ടെൻഷൻ അടിക്കാനോ നിൽക്കല്ല. ചിലപ്പോൾ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ആ ഒരു ഫുള്ള് എക്സാമിൽ ചിലപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ ആയിരിക്കും ടഫായിട്ടുള്ളത്. നമ്മളപ്പോൾ എക്സാം എഴുതി തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു 5 ക്വസ്റ്റ്യൻ ആണെന്ന് വരുന്നെങ്കിൽ നമ്മൾ അവിടെ ടെൻഷൻ അടിച്ച് എല്ലാം കുളമാക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്താണ്, ബാക്കി 95 ക്വസ്റ്റ്യൻസ് എഴുതുന്നതിലും അത് ബാധിക്കും അത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യനായിട്ട് എടുത്ത് നിങ്ങൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അല്ലാതെ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ച് പാനിക് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഫൈനൽ ചെക്ക് ലിസ്റ്റ്, ആ ഒരു OMR ഷീറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഇവിടെ പറയുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആ OMR ഷീറ്റ് ഫില്ല് ചെയ്യുമ്പം നിങ്ങൾ വളരെ കീനായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. ഏതാ OMR ഷീറ്റ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് രജിസ്റ്റർ നമ്പറൊക്കെ നമ്മൾ അവിടെ കൊടുക്കണം. ആ രജിസ്റ്റർ നമ്പർ എഴുതുകയും അവിടെ ബബിൾ ചെയ്യുകയൊക്കെ ചെയ്യണം. ആ സമയത്ത് വളരെ സമയമെടുത്ത് തന്നെ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. 10-20 മിനിറ്റ് നമുക്ക് സമയം എന്തായാലും കിട്ടും തുടക്കത്തിൽ. അപ്പോൾ അവിടെ ധൃതി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. അതുപോലെ ഈ OMR ഷീറ്റ് കൊടുക്കുന്നതിന് സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾ കറക്റ്റായിട്ടാണോ രജിസ്റ്റർ നമ്പറൊക്കെ ഫില്ല് ചെയ്തേക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങളിപ്പോൾ ഒരു 80 ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നോക്കിയിട്ട് നിങ്ങളൊരു 80 ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്തേക്കുന്നതെങ്കിൽ ആ 80 ക്വസ്റ്റ്യനും ഇവിടെ ബബിൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ലാസ്റ്റ് ഒരു 5 മിനിറ്റ്സ് കിട്ടിയാൽ നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമ്മൾ അറിയാണ്ട് മിസ്സായി പോയിട്ടുണ്ടോ, ബബിൾ ചെയ്യാൻ മിസ്സായി പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യവും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഫൈനൽ എന്ത് ചെയ്യുക, ഒരു OMR ഷീറ്റ് ഒന്ന് ഈ ക്വസ്റ്റ്യൻസും ഒക്കെ വെച്ചിട്ടൊന്ന് മാച്ച് ചെയ്ത് നമ്മൾ നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബേസിക് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഞാൻ ഒത്തിരി സമയം എടുക്കാതെ ഒന്ന് ഓടിച്ചിട്ട് പറയുകയാണ് ചെയ്തത്. പക്ഷേ എന്തായാലും ബേസിക് ആയിട്ട് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ടെൻഷൻ അടിക്കാണ്ട് വളരെ കൂളായിട്ട് കാമായിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക. നെഗറ്റീവ് മാർക്കുകളൊന്നും നിങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. എക്സാം ടഫാണെന്ന് കരുതിയിട്ട് ആവശ്യമില്ലാതെ എല്ലാ ക്വസ്റ്റ്യൻസോട് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമേ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. കാമായിട്ട് കൂളായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് നോക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ കൂളായിട്ട് കാമായിട്ട് നിങ്ങൾ എക്സാം ഹോളിൽ ചെല്ലുക. ഏത് ഡിഫിക്കൽട്ടി ലെവലും ആയിക്കോട്ടെ, നിങ്ങൾ അതിലൊന്നും പാനിക് ആവാണ്ട് വളരെ എളുപ്പമായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റിനൂടെ വളരെ കെയർലെസ് ആയിട്ടും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഇതിനൊരു ഇടയ്ക്ക് നിന്നിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഓരോ ക്വസ്റ്റിനും നോക്കി ആ ക്വസ്റ്റിന് കറക്റ്റ് ആൻസർ എത്തിക്കുക എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾ കട്ട് ഓഫിനെ പറ്റിയോ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ഒരു കാമായിട്ടൊരു നല്ലൊരു ഇതിൽ നിന്നിട്ട് എന്ത് ചെയ്യുക, ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നേരുന്നു. താങ്ക് യു.